നഗരസഭയിൽ ആദ്യമായി അധികാരത്തിലെത്തിയിരിക്കുകയാണ് ബി ജെ പി ഇത്തവണയാണ് തൃപ്പൂണിത്തുറയിൽ അധികാരത്തിലേക്ക് എത്തുന്ന 21 വോട്ട് നേടി PL ബാബു ചെയർമാനായി സത്യപ്രതിജ്ഞ ചെയ്തു. എസ് രാഗിൻ ചേരുകയാണ് വിവരങ്ങളുമായിട്ട്. രാഗിൻ, ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്ത് പോലും അത് ഇഞ്ചോടിഞ്ച് ഏത് തലത്തിലേക്ക് പോകുമെന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നതായിരുന്നു. ഇതാദ്യമായിട്ട് മറ്റൊരു നഗരസഭ പന്തളം നഷ്ടപ്പെടുകയാണെങ്കിലും തൃപ്പൂണിത്തുറ പിടിച്ചെടുക്കിക്കൊണ്ട് 2 എന്നുള്ള സംഖ്യയിലേക്ക് തന്നെ BJPക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ് തൃപ്പൂണിത്തുറയിലെ ജയം. അവിടെ നിന്നുള്ള വിവരങ്ങൾ. ചരിത്രത്തിൽ ആദ്യമായി തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ BJP ഇപ്പോൾ അധികാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു വോട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു സീറ്റിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വലിയ പിരിമുറുക്കം ഏവർക്കും ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ആദ്യ റൗണ്ട് തെരഞ്ഞെടുപ്പിൽ BJPക്ക് അവരുടെ അംഗസംഖ്യയായിട്ടുള്ള 21 തന്നെ വോട്ട് നേടാൻ കഴിഞ്ഞു. LDFനെ സംബന്ധിച്ചിടത്തോളം തൊട്ടുപിന്നിൽ 20 വോട്ട് നേടി. UDF 12 വോട്ടും കരസ്ഥമാക്കി. അങ്ങനെ മൂന്നാമത് വന്ന കക്ഷിയെ ഒഴിവാക്കിക്കൊണ്ട് 1ഉം 2ഉം എന്ന നിലയിലേക്ക് മത്സരം പോയി. ആ ഘട്ടത്തിൽ UDF വിട്ടുനിന്നു. LDFും BJPയും മത്സരത്തിൽ പങ്കെടുത്തു. BJPക്ക് അവരുടെ സംഖ്യയായിട്ടുള്ള 21 രണ്ടാം റൗണ്ടിലും നേടാനായി. എന്നാൽ LDFന് 2 വോട്ട് അസാധുവാണ് ആയിരിക്കുന്നത്. അതായത് ഒപ്പിടാൻ വിട്ടുപോയി അല്ലെങ്കിൽ ഒപ്പിടാത്തതിനാലാണ് അസാധുവായത് എന്നതാണ് ഇപ്പോൾ അറിയുന്നത്. ഹരിഹരൻ, അതോടൊപ്പം തന്നെ ബിന്ദു ശൈലേന്ദ്രൻ അവരുടെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയാണ്. ഇവരുടെ വോട്ടുകളാണ് അസാധുവായിരിക്കുന്നത്. തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് BJPയുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ടുള്ള PL ബാബു അധികാരമേറ്റു. അഡ്വക്കേറ്റ് PL ബാബുവാണ് BJPയുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയായി ഉണ്ടായിരുന്നത്. തൃപ്പൂണിത്തുറയുടെ പുതിയ നഗരസഭാ ചെയർമാൻ PL ബാബുവാണ്. BJPയിൽ നേരത്തെ ചില അസ്വാരസ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും വോട്ടെടുപ്പിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും ബാധിച്ചില്ല. എന്നാൽ തങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നതാണ് BJP നേതൃത്വം പ്രതികരിച്ചത്. നേരത്തെ അക്ഷയ സൂചിപ്പിച്ചതുപോലെ എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ചും മധ്യ കേരളത്തിൽ ഒരു പുതിയ മുനിസിപ്പാലിറ്റി BJP പിടിക്കുകയാണ്. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പിൽ 3 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ അധികാരത്തിലേക്ക് BJP എത്തിയിരിക്കുന്നത്. LDFന് 18ഉം BJPക്ക് 21 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും BJP അധികാരത്തിലേക്ക് വന്നിരിക്കുന്നു. വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ശേഷം നടക്കും.